മൈ ഷുഗർ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫിറ്റ് മാവേലി ഫിറ്റ് കേരള ഓണക്കാല ക്യാമ്പയിൻ കോഴിക്കോട് സമാപിച്ചു. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സൈക്കിൾ യാത്രയാണ് ക്യാമ്പയിന്റെ ഭാഗമായി പ്രധാനമായും സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്ന സന്ദേശവുമായി ഫിറ്റ് മാവേലി ഫിറ്റ് കേരള എന്ന പേരിൽ നടത്തിയ ഓണക്കാല ക്യാമ്പയിന് കോഴിക്കോട് സമാപനമായി. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സൈക്കിൾ റാലിയുമായാണ് ക്യാമ്പയിൻ നടത്തിയത്. ആരോഗ്യകരമായ കേരളത്തിന് ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് ക്യാമ്പയിനിൽ പങ്കെടുത്തവർ പറഞ്ഞു. മൈ ഷുഗർ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചത്. നമ്മൾ ഈ കിഡ്നി രോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കിഡ്നി രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് യൂണിറ്റുകൾ വളരെയധികം കൂടുന്നുണ്ട്. ഇത്രയും ഡയാലിസിസ് യൂണിറ്റ് വരുമ്പോൾ തന്നെ മനസ്സിലാക്കണം, നമ്മുടെ പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഡയാലിസിസ് പേഷ്യൻസ് കൂടുന്നതെന്ന് അറിയാമോ? കിഡ്നി പേഷ്യൻ്റ് കാരണം അതെ അത് അത്ര ഒരു കോമൺ കാരണമല്ല. കിഡ്നി ഷുഗർ കറക്റ്റ്. ഏറ്റവും കോമൺ ആയിട്ട് കിഡ്നിയുടെ അസുഖം അല്ലല്ല, ആർക്കാണേലും, പുരുഷനാണേലും സ്ത്രീക്കാണേലും ഏറ്റവും സർവ്വസാധാരണമായിട്ട് കിഡ്നിയുടെ അസുഖം ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രമേഹമാണ്. മനസ്സിലാകുന്നുണ്ട്? മദ്യപാനം മൊത്തത്തിൽ മോശമുള്ള ഒരു കാര്യം തന്നെയാണ്. മദ്യപാനവും കിഡ്നിയും എന്ന് പറഞ്ഞാൽ മദ്യപാനം ലിവറിനാണ് കൂടുതൽ തകരാറുണ്ടാകുന്നത്. ലിവർ ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിനോടൊപ്പം കിഡ്നിയും ഡാമേജ് ആവും. അങ്ങനെ സെക്കൻഡറി ആയിട്ടാണ് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ നമ്മുടെ പ്രമേഹത്തിൽ പഞ്ചസാര ഇടുമ്പോൾ ഇല്ലേ ഉണ്ട്. പിന്നെ പലഹാരങ്ങൾ നമ്മൾ കഴിക്കുന്ന ചോറിനകത്ത് പഞ്ചസാര ഉണ്ടാവും. വെരി ഗുഡ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ പഞ്ചസാര ഉള്ളത് ചോറിനാണ്. എല്ലാ ധാന്യങ്ങളിലും പഞ്ചസാരയാണ്. നമ്മുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പലഹാരങ്ങൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചായയിൽ പഞ്ചസാര ഇടുമ്പോഴാണ് നമ്മുടെ ശരീരത്തോട് ഷുഗർ കയറുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പഞ്ചസാര നമ്മളെല്ലാവർക്കും കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതിനെ അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ പ്രമേഹം വരുമ്പോഴത്തേക്കും ഡയാലിസിസ് പേഷ്യൻസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് പോകും. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? പ്രമേഹത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്ത് നമ്മുടെ വണ്ണം കുറച്ചാൽ പ്രമേഹം വരുന്നതിന് നമുക്ക് തടയാൻ പറ്റും, അല്ലേ? എല്ലാം ഒരുപോലെയാണ്. അതിൻ്റെ അളവ് കുറച്ചാലേ എന്ത് പറ്റത്തുള്ളൂ? നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന പഞ്ചസാരയുടെ അളവിന് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കാർബോഹൈഡ്രേറ്റാണ്. നമ്മൾ വിചാരിക്കും കിഴങ്ങ് പച്ചക്കറിയാണ്. അങ്ങനെയല്ല, കിഴങ്ങും പഞ്ചസാരയുടെ സോഴ്സാണ്. അപ്പോൾ ഭൂമിക്ക് താഴെ നിന്ന് വരുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ്? ട്യൂബേഴ്സ് എന്ന് പറയും. ഇപ്പം കാച്ചിൽ, ചീനി, ചേമ്പ്, ഇവിടെ കപ്പ എന്നൊക്കെ പറയുന്നത്. അതുപോലെ പൊട്ടറ്റോസ്, ഇതെല്ലാം പഞ്ചസാരയുടെ സോഴ്സായിട്ട് നമ്മൾ കണക്ക് വിടണം. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഒരു പ്ലേറ്റിനെ 3 ഡിവൈഡ് ചെയ്യണം. അതിനകത്ത് ഒരു പോർഷൻ എന്തായിരിക്കണം? പഞ്ചസാര ആയിരിക്കണം. അതേതാണ് നമ്മുടെ ധാന്യങ്ങൾ. അപ്പോൾ ഇനിത്തൊട്ട് ചോറെന്ന് വെച്ചാൽ എന്തായിട്ട് മനസ്സിലാക്കണം? വേവിച്ച് വെച്ച പഞ്ചസാരയാണ് ചോറെന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? പത്തിരി എന്ന് വെച്ചാൽ പരത്തി വെച്ച പഞ്ചസാര. അപ്പോൾ പത്തിരി ഒരു സൈഡിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയായിട്ട് ഏത് സമയത്ത് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം. ഉച്ചയ്ക്കാണെങ്കിൽ ഇപ്പോൾ ചോറ് മീൻകറിയും ആണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറി കൂടെ ആഡ് ചെയ്താൽ അത് ബാലൻസ്. ഇപ്പോൾ അവിയലും മീൻകറിയും ചോറും കൂടെ കഴിച്ചാൽ അത് ബാലൻസ്ഡ് ആയി. അപ്പോൾ നമ്മൾ ആഹാരത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാലറീസ് എത്രയെന്ന് നമുക്കറിയാമോ? എന്താണ് കാലറീസ് എന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിലേക്ക് നമുക്കൊരു ദിവസം നടത്താൻ സാധാരണ പ്രക്രിയകൾ ചെയ്യാൻ വേണ്ടി എത്ര കാലറീസ് വേണമെന്ന് നമുക്കൊരു ഇതുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തെ പ്രമേഹം, ഫാറ്റി ലിവർ, PCOD പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളെ തോൽപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ ജീവിതശൈലിയിൽ ആവശ്യമായ നല്ല മാറ്റങ്ങൾ വരുത്തി ശരീരത്തിനും മനസ്സിനും 37 രാജ്യങ്ങളിൽ സൈക്കിൾ യാത്ര നടത്തിയ പ്രശസ്ത സൈക്ലിസ്റ്റ് ഫായിസ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷംനാഥ് പി നാസറിന്റെ നേതൃത്വത്തിലാണ് സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചത്. നാസർ M, ശ്രീജു G, ആകാശ് ബ്ലസൺ, അജിത് PR, ഡോക്ടർ സമീർ KH, ഹസീബ് ചിത്തിനേത്, അഭിമന്യു S, റിഷാദ് എന്നിവരാണ് റൈഡിൽ പങ്കെടുത്തത്. സൈക്കിൾ റാലി, പരിസ്ഥിതി സന്ദേശം നൽകൽ, ജനസമ്പർക്ക പ്രവർത്തനങ്ങൾ എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമായി നടത്തി. CDNet ന്യൂസ്, കായംകുളം.